ഹായ് സ്റ്റുഡൻസ്, മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 ICSEയുടെ ഫിസിക്സ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ പാർട്ട് 3 ആണ്. നമ്മൾ 2 പാർട്ട് നേരത്തെ എടുത്തു കഴിഞ്ഞു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, വോൾട്ടേജ് എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനി വരുന്നത്. ഇനി നമുക്ക് ഈ സെക്ഷനകത്ത് പഠിക്കാനുള്ളത് നമുക്ക് എന്താണ് EMF ആണ്. EMF പഠിക്കണം. EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത വോൾട്ടേജ് പഠിക്കണം. വോൾട്ടേജ് എന്താണെന്ന് പഠിക്കണം. അതായത് ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ സെല്ല് പഠിക്കണം. അടുത്തത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല് പഠിക്കണം. അതായത് സെൽസിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, ഒരു സെല്ലിനകത്ത് ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെ ഉണ്ടാകുന്നു, ആ കറണ്ട് ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അതിൻ്റെ അകത്തുള്ള EMF എന്താണ്, അതിനകത്തുള്ള വോൾട്ടേജ് എന്താണെന്നാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു സെൽ എന്താണ് ഒരു സെല്ല്? സെല്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഫിഗറിനകത്ത് ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിനകത്ത് എന്തുണ്ട്? 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽ തന്നെയാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ കോപ്പറിന്റെ ഒരു മെറ്റൽ എടുക്കുന്നു, സിങ്കിന്റെ ഒരു മെറ്റൽ എടുക്കുന്നു, അത് ഇതിനകത്ത് മുക്കി വെക്കുന്നു, അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നു, ഒരു ഇലക്ട്രോലൈറ്റിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതാണ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇതാണെന്ത്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ആ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഇലക്ട്രോലൈറ്റിനകത്ത് ഈ 2 നമ്മുടെ മെറ്റൽ പീസും കൊണ്ട് മുക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ 2 ഇലക്ട്രോഡ്സ് തമ്മിലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിലെ കൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്യും. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചാർജ് ആണ്. അപ്പൊ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ കറണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് സെൽസിനകത്തുള്ള പ്രധാനപ്പെട്ട വർക്കിംഗ്. സെൽസിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. 2 ഇലക്ട്രോഡ്സ് കാണും. ഇലക്ട്രോഡ്സ് എവിടെ ആയിരിക്കും ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്? ഇലക്ട്രോലൈറ്റിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചേക്കും. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്ന ഒരു മെക്കാനിസം എന്താണ്? എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഒക്കെ ഫ്ലോ ചെയ്യുന്നത്? എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എടുത്തേക്കുന്നത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഈ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വേഷൻ എന്താണ്? H2SO4 ആണ്, അറിയാലോ. അവിടെ ഈ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിനകത്ത് H+ അയോൺസ് ഉണ്ടാവും. എന്തുണ്ടാവും? SO4 അയോൺസ് ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H+, അതായത് പോസിറ്റീവ് അയോൺസ് ആയിട്ടുള്ള ഹൈഡ്രജൻ അയോൺസ് ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള സൾഫൈറ്റ് അയോൺസ് ഉണ്ടാവും. അതായത് SO4 അയോൺസും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ SO4 അയോൺസ് ഈ ഇലക്ട്രോലൈനകത്ത് കിടക്കുകയാണ്. H+ അയോൺസും ഇലക്ട്രോലൈനകത്ത് കിടക്കുകയാണ്. ഈ H+ അയോൺസ് എങ്ങോട്ട് പോകും? H+ അയോൺസ് കോപ്പറിലോട്ട് പോകും. കാരണം കോപ്പറിനാണ് പോസിറ്റീവ് അയോൺസ് ആവശ്യമായിട്ടുള്ളത്. ഈ SO4 എങ്ങോട്ട് പോകും? SO4 സിങ്കിന്റെ അടുത്തോട്ട് പോകും. കാരണം സിങ്കിന് എന്ത് ആവശ്യമാണ്? നെഗറ്റീവ് അയോൺസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ SO4 സിങ്കിന്റെ അടുത്തോട്ട് പോകും. അപ്പോൾ ഈ കോപ്പറിനകത്ത് മൊത്തവും എന്തുണ്ട്? ഒരു പോസിറ്റീവ് അയോൺസിന്റെ ഒരു കൂട്ടം ഉണ്ടാവും അല്ലേ? ഈ സിങ്കിനകത്തും ഒരു നെഗറ്റീവ് അയോൺസിന്റെ ഒരു കൂട്ടം ഉണ്ടാവും. അപ്പോൾ എന്തായിട്ട് മാറും? ഈ കോപ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിലാവും, സിങ്ക് എന്ന് പറയുന്നത് എങ്ങോട്ടാവും? നെഗറ്റീവ് ചാർജിലാവും. അതായത് കോപ്പർ പോസിറ്റീവ് ചാർജ് ആവും. ആ പോസിറ്റീവ് ചാർജ് ആവുന്ന കോപ്പറിനെ വിളിക്കുന്ന പേരെന്താണ്? ആനോഡ് എന്ന് വിളിക്കും. ഓക്കെ, പോസിറ്റീവ് ചാർജിനെ ആനോഡ് എന്ന് വിളിക്കും. സിങ്ക് നെഗറ്റീവ് ചാർജ് ആവും. ആവുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ആനോഡും ഉണ്ട്, കാഥോഡും ഉണ്ട്. അപ്പൊ എങ്ങോട്ടാണ് കറണ്ട് ഒഴുകുന്നത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഒഴുകുന്നത്. അതായത് ആനോഡിൽ നിന്നും കാഥോഡിലോട്ടാണ് എന്ത് ഒഴുകുന്നത്? കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോലൈറ്റിനകത്തുള്ള കോൺസെൻട്രേഷൻ ആണ്. അത് എത്രമാത്രം H+ അയോൺസ് ഉണ്ടാവുന്നോ, എത്രമാത്രം SO4 ഉണ്ടാവുന്നോ, അത്രമാത്രം എന്ത് ഫ്ലോ ചെയ്യും? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ഫ്ലോ ചെയ്യാനുള്ള എളുപ്പമുണ്ട്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാനുള്ളൊരു എന്താണ് ഈ ഈസിനെസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൊണ്ടാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഉണ്ടാവുന്നത്. ഇതാണ് ഒരു സെൽസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്.
ഇനി ഒരു സെല്ല് പഠിച്ചപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് ആ സെല്ലിന്റെ EMF എന്ന് പറയുന്നത്. എന്താണ്? ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ്. ഓക്കെ, എന്താണ് ഒരു സെല്ലിന്റെ EMF? ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത്, ഇതൊരു സെല്ലാണ്, ഈ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് ഒരു വർക്ക് തന്നെയാണ്. ഓക്കെ, ഒരു വർക്കാണ്. ഈ വർക്ക് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അതായത് ഒരു ഇലക്ട്രോണ്, അതായത് ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് നീക്കി, ഓക്കെ, ഇവിടെ നിന്ന് നീക്കി ഈ പാത്ത് വഴി, ഈ ഇലക്ട്രോലൈറ്റ് വഴി ആ ഒരു ആനോഡിൽ എത്തിക്കാനുള്ള ഒരു വർക്കാണ് എന്ത് പറയുന്നത്? EMF എന്ന് പറയുന്നത്. അതായത് EMF is the work done for a unit positive charge moving from one electrode to another electrode through this electrolyte. അതായത് ഇലക്ട്രോലൈറ്റ് വഴി ഒരു ഇലക്ട്രോഡിൽ നിന്ന് ഈ സർക്യൂട്ട് വഴി അടുത്ത ഇലക്ട്രോഡിലോട്ട് കൊണ്ടുപോകാനുള്ള വർക്ക് ഡൺ ആണ് എന്ത് പറയുന്നത്? EMF എന്ന് പറയുന്നത്. ഓക്കെ, അതായത് EMF is a work done for a unit positive charge ആണ് പറയുന്നത്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനാണ് EMF പറയുന്നത്. അപ്പൊ Q ചാർജിന് W/Q ആയിരിക്കും. ഓക്കെ, ഇതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് EMF എന്ന് പറയുന്നത്. EMF is the work done moving a unit positive charge from one electrode through the circuit to another electrode through the electrolyte. കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇലക്ട്രോലൈറ്റിലും കൂടെ എന്ത് നീക്കണം? പോസിറ്റീവ് ചാർജിനെ നീക്കാനുള്ള വർക്ക് ഡൺ ആണ് EMF എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോഡും നമ്മുടെ സർക്യൂട്ടും ഉണ്ട്, ഇലക്ട്രോലൈറ്റും ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്നതാണ് എന്ത്? ഔട്ട്സൈഡ് ദ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട്. അതായത് ഈ സെല്ലിനെ ഞാനൊരു ഇപ്പോൾ ബൾബുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു ബൾബുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്തു. ഓക്കെ, ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്തു. ഈ ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ബൾബ് കത്താൻ ആവശ്യമായിട്ട് കറണ്ട് വേണ്ടേ? കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണല്ലോ. ഇലക്ട്രോൺസ് എവിടെ നിന്നോട്ട് ഫ്ലോ ചെയ്യും? ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഫ്ലോ ചെയ്യുമ്പോൾ ആ ബൾബ് കത്തും. എന്നിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവണ്ടേ? സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് എങ്ങനെയാ? ഈ ആനോഡിൽ കൂടെ, ഈ കാഥോഡിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് തിരിച്ചവിടെ വരും. ആ സർക്യൂട്ട് തന്നെ തിരിച്ചു വരും. അതായത് ആ സർക്യൂട്ട് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ എവിടെയൊക്കെ മൂവ് ചെയ്യണം? ഈ സെല്ലിന് പുറത്തുള്ള സർക്യൂട്ടിൽ മൂവ് ചെയ്യണം, ഈ ഇലക്ട്രോൺ ലൈറ്റിൽ മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് രണ്ടും കൂട്ടുന്ന വർക്ക് ഡണ്ണാണ് EMF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഇപ്പം EMF എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബാറ്ററി വേണം. ഓക്കെ, ഒരു ബാറ്ററി വേണമ്പോൾ നിങ്ങൾ അതിന്റെ EMF ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 1.5 വോൾട്ട്, ഇപ്പൊ ക്ലോക്കിൽ ഇടുന്ന ഒരു ബാറ്ററി, അതൊരു 1.5 വോൾട്ടിന്റെ ബാറ്ററിയാണ്. അപ്പൊ അതിന്റെ EMF ആണ് എന്ത് പറയുന്നത്? 1.5 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ EMFന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? വോൾട്ടിലാണ് നമ്മൾ EMFനെ എക്സ്പ്രസ് ചെയ്യുന്നത്. EMFന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടിൽ തന്നെയാണ് EMFനെയും എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്തത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ്, ഇനി നമുക്ക് പഠിക്കേണ്ടത് EMFനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് EMF. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് EMF ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് EMF എങ്ങനെ പറയാൻ പറ്റും? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് EMF എന്ന് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡാണ്. എന്താണ്? ഒന്ന് ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോഡ് മാറുന്നതിനനുസരിച്ച് EMFലും എന്തുണ്ടാകുന്നു? മാറ്റം ഉണ്ടാകുന്നു. അതായത് നമ്മളിപ്പോൾ കോപ്പറും സിങ്കും ആണ് ഇലക്ട്രോഡ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞു കോപ്പർ സിങ്കും ആണ് ഇപ്പോൾ ഇലക്ട്രോഡ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന EMF അല്ലായിരിക്കും വേറൊരു സെല്ലിനകത്ത് ഉണ്ടാകുന്നത്. അതായത് ഇപ്പം കോപ്പറും സിൽവറും എടുക്കുന്ന ഇലക്ട്രോഡ്സ് ഉണ്ട്. ഓക്കെ, സിങ്കും സിൽവറും എടുക്കുന്ന സെൽസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന EMF അല്ല ഒരെണ്ണത്തിനകത്തുള്ളത്. അപ്പൊ ഇലക്ട്രോഡ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? EMF മാറും. ഓക്കെ, അപ്പൊ ഇലക്ട്രോഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? EMF മാറും. അപ്പൊ ഒരു ഫാക്ടർ ഇലക്ട്രോഡാണ്. ഓക്കെ, അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ആണ്. അടുത്ത ഫാക്ടർ ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് ഞാൻ എടുത്തത് H2SO4 ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ് എടുക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും ആസിഡ് എടുക്കാം, HCl വേറെ ഏതൊക്കെ ആസിഡ് എടുക്കാം. അപ്പൊ എത്രമാത്രം ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നോ അത്രമാത്രം കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇലക്ട്രോലൈറ്റ് മാറുന്നതനുസരിച്ച് എന്ത് മാറും? EMF മാറും. ഓക്കെ, ഇനി നിങ്ങൾക്ക്
പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ EMF എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. EMF എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? EMF ഞാനിപ്പം എടുക്കുന്നല്ലോ, ഇപ്പോൾ ഇവിടെ ഒരു കോപ്പർ ഇലക്ട്രോഡ് എടുത്തു. ഈ കോപ്പർ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ചെറിയൊരു റോഡാണ്. ഓക്കെ, ആ റോഡിന്റെ ഡയമീറ്റർ ഞാൻ കൂട്ടുവാണ്. അതായത് ഇത്രയുള്ളൊരു ഇലക്ട്രോഡിനെ ഞാൻ എന്താക്കുന്നു, ഇത്രയും വലിയൊരു ഡയമീറ്റർ ഉള്ള ഇലക്ട്രോഡാക്കി മാറ്റുന്നു. അപ്പൊ EMF കൂടത്തില്ലേ? EMF ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അതായത് ഡയമീറ്റർ കൂടി എന്ന് പറഞ്ഞിട്ട് എന്ത് മാറത്തില്ല, ഇലക്ട്രോണിന്റെ സൈസ് മാറി എന്ന് പറഞ്ഞിട്ട് എന്തോ ഉണ്ടാകുന്ന EMF മാറ്റം വരത്തില്ല. ഓക്കെ, അപ്പൊ EMF-ന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുമോ? EMF-ന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇലക്ട്രോൺസിന് ഈ ട്രാവൽ ചെയ്ത് ഇവിടം തൊട്ട് ഇവിടം വരെ വരണം. ഓക്കെ, അത്ര ഒരു സമയം എടുക്കും. അതിനെക്കാട്ടി കുറച്ച് സമയം പോരെ ഇത് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പൊ പക്ഷെ എന്ത് ചെയ്തില്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അത് ഇലക്ട്രോണിന്റെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് EMF-ന് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുന്നില്ല. അതായത് നമ്മൾ എന്താണ്, എത്ര അടുത്ത് ഡിസ്റ്റൻസ് വെച്ചാലും എത്ര ദൂരം കൊണ്ട് വെച്ചാലും എന്ത് തന്നെയാണ് ഉണ്ടാകുന്ന EMF-ൽ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഓക്കെ, അതാണ് പറയേണ്ട ഒരു കാര്യം. അടുത്തത് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. അടുത്തതാണ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റിനകത്ത് മാറ്റം ഉണ്ടാവുമോ? അതായത് എത്ര ഒരു ലിറ്റർ ഇലക്ട്രോലൈറ്റ് ഇവിടെ എടുത്തെന്ന് വെച്ചോ, ഇനി 2 ലിറ്റർ ആയി കഴിഞ്ഞാലും എന്ത് തന്നെ ആയിരിക്കും, EMF-ൽ മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല. അതിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ 1 ലിറ്ററിനുണ്ടാകുന്ന കോൺസെൻട്രേഷൻ എന്ത് തന്നെയാണ്, ആ കറക്റ്റ് കോൺസെൻട്രേഷൻ തന്നെ 2 ലിറ്റർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുന്നില്ല. അത് നിങ്ങൾ പാലും വെള്ളവും എടുക്കുന്നു, 2:3 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പാലും വെള്ളം എടുക്കുന്നത്. 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാലും 2 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ എത്രയാണ്? 2:3 തന്നെയാണ്. അപ്പൊ കോൺസെൻട്രേഷനിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാകുന്നില്ല, EMF-ൽ മാറ്റം വരുന്നില്ല. അതിന്റെ കോൺസെൻട്രേഷനിലാണെങ്കിൽ മാറ്റാം. അങ്ങനെയാണെങ്കിൽ EMF മാറും. ഓക്കെ, അപ്പൊ അതാണ് EMF-ന് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് വായിക്കാം. അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ് ആണ്. ഓക്കെ, EMF കഴിഞ്ഞു, അടുത്തത് ടെർമിനൽ വോൾട്ടേജ് ആണ്. എന്താണ് ടെർമിനൽ വോൾട്ടേജ്? അപ്പൊ നമ്മൾ EMF-നെ കുറിച്ച് പറഞ്ഞല്ലോ, EMF-നെ കുറിച്ച് പറഞ്ഞു, ഒരു എൻറ്റയർ സർക്യൂട്ട് മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് EMF. ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു സെൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞായിരുന്നു. ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇങ്ങനെയാണ് സെൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു സെൽ എടുക്കുന്നു. ഈ സെല്ലിനെ ഞാൻ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? ഈ സെല്ലിനെ ഞാൻ ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ സെല്ലിനെ ഞാൻ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൾബ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആയിരിക്കാം. ഓക്കെ, ഒരു സെല്ലിനെ ഞാൻ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? ഒരു സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്യുന്നു. സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിലേക്ക് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യണമല്ലോ. സർക്യൂട്ടിൽ ഇലക്ട്രോണിനെ മൂവ് ചെയ്യണമല്ലോ, അതിനൊരു വർക്ക് ആവശ്യമാണല്ലോ. ആ വർക്കാണ് എന്ത്? ആ വർക്കാണ് ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, അതായത് ടെർമിനൽ വോൾട്ടേജ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോലൈറ്റിനകത്തുണ്ടോ, EMF-നെ പോലെ ഇലക്ട്രോലൈറ്റിൽ കൂടെ മൂവ് ചെയ്യേണ്ട. ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ടെർമിനലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് 2 ടെർമിനൽസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതാണ് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോലൈറ്റ് ഇല്ല. ഓക്കെ, അതിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോലൈറ്റിൽ മൂവ് ചെയ്യേണ്ട വർക്ക് നമ്മൾ എടുക്കുന്നില്ല. എന്തെടുത്താൽ മതി? 2 ടെർമിനൽസ് തമ്മിലുള്ള വർക്ക് എടുത്താൽ മതി. അപ്പം ടെർമിനൽ വോൾട്ടേജ് V is equal to നമുക്ക് എന്ത് പറയാം? W ഡാഷ് എന്ന് കൊടുക്കാം അല്ലേ? നമ്മൾ നേരത്തെ W എടുത്തേ, W ഡാഷ് എന്ന് കൊടുക്കാം. വലിയ W ആണ്. W ഡാഷ് ഇസ് ഡിവൈഡ് ബൈ Q ആണ് എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ്. അതായത് പോസിറ്റീവ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ W ഡാഷ് ആണ്, Q ചാർജ് ആണെങ്കിൽ W ഡാഷ് ബൈ Q ആണ്. ഓക്കെ, അതാണ് ടെർമിനൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ. അപ്പോൾ ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്, അത് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ടെർമിനൽ വോൾട്ടേജ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു ബാറ്ററി മേടിക്കുകയാണ്. കടയിൽ പോയിട്ട് ബാറ്ററി മേടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് അല്ല പറയുന്നത്,
നിങ്ങൾ അതിന്റെ EMF ആണ് പറയുന്നത്. EMF പറഞ്ഞിട്ടാണ് ബാറ്ററി മേടിക്കുന്നത്. ഓക്കെ, പക്ഷേ ടെർമിനൽ വോൾട്ടേജ് അല്ല പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ 1.5 വോൾട്ടിന്റെ ഒരു ബാറ്ററി നിങ്ങൾ കടയിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, 1.5 വോൾട്ടിന്റെ ബാറ്ററി നിങ്ങൾ കടയിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് ആണ് 1.5 വോൾട്ട് എന്ന് വിചാരിക്കരുത്. ഓക്കെ, EMF അവർ കാണും. EMF ഒരു 1.5 വോൾട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെർമിനൽ വോൾട്ടേജ് എത്ര ആയിരിക്കും കാണുന്നത്? അതിനെക്കാട്ടി കുറവായിരിക്കും. ഓക്കെ, അതിനെക്കാട്ടി കുറവായിരിക്കും. അതിന് ഏകദേശം ഒരു 1.45 വോൾട്ടൊക്കെ കാണത്തുള്ളൂ. ബാക്കിയുള്ള 0.05 വോൾട്ട് എവിടെ പോയി? ബാക്കിയുള്ള 0.05 വോൾട്ട് എവിടെ പോയി? ബാക്കിയുള്ള 0.05 വോൾട്ടാണ് എന്തിനു ഉപയോഗിക്കുന്നത്? അതൊരു വർക്ക് ഡൺ ആണ്. അതൊരു വർക്ക് ഡൺ ആണ്. ആ വർക്ക് ഡൺ ആണ് എന്താണെന്നറിയപ്പെടുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് എന്നറിയപ്പെടുന്നത്. ആ വർക്ക് ഡൺ ആണ് എന്തറിയപ്പെടുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് എന്നറിയപ്പെടുന്നത്. ഏത് വർക്ക് ഡൺ ആണ്? ഏതാണ്? ഈ നമ്മൾ ടെർമിനൽ വോൾട്ടേജും അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കത് പിന്നീട് നോക്കാം. അപ്പോൾ നമുക്കിത് എന്ത് പറയാം? ടെർമിനൽ വോൾട്ടേജ് പറയാം. ടെർമിനൽ വോൾട്ടേജിനകത്ത് എന്ത് പറയുന്നുണ്ട്? ആ സർക്യൂട്ട് മാത്രം എടുത്താൽ മതി. സർക്യൂട്ട് മാത്രം എടുക്കുമ്പോൾ ഉള്ള വർക്ക് ഡൺ ആണ് ടെർമിനൽ വോൾട്ടേജ്. ഇപ്പോൾ ടെർമിനൽ വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ത് തന്നെ ആയിരിക്കും? വോൾട്ട് എന്ന് തന്നെ ആയിരിക്കും. വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വോൾട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം EMF ആണോ വോൾട്ടേജ് ആണോ വലുത്? EMF ആണോ വോൾട്ടേജ് ആണോ വലുത്? എപ്പോഴും EMF ആയിരിക്കും വലുത്. ഓക്കെ, EMF എന്ന് പറയുന്നത് ഒരു വർക്ക് ഡൺ ആണെന്ന് പറഞ്ഞു. വർക്ക് ഡൺ എങ്ങനെയാണ്? ടോട്ടൽ വർക്ക് ഡൺ ആണ് EMF. അതായത് ഇലക്ട്രോലൈറ്റ് പ്ലസ് സർക്യൂട്ട് ആണ് EMF. പക്ഷെ സർക്യൂട്ട് മാത്രമേ ഉള്ളൂ എന്ത്? വോൾട്ടേജ്. വർക്ക് ഡൺ ഇൻ ദ സർക്യൂട്ട് മാത്രമേ ഉള്ളൂ വോൾട്ടേജ്. ഇലക്ട്രോലൈറ്റ് പ്ലസ് സർക്യൂട്ട് ആണ് എന്ത്? EMF. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അടുത്തത് എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഓക്കെ, അടുത്തത് നോക്കേണ്ടത് ഇതാണ്, വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, ഒരു സെല്ലുണ്ട്. ഈ സെല്ലിനകത്ത് നിന്നുണ്ട് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റിനകത്ത് ഇപ്പം ഇലക്ട്രോൺസ് ഇല്ലേ? ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ വരെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സർക്യൂട്ടിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് എന്തെന്ന് പറയുന്നത്? ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ട് പ്ലസ് ഇലക്ട്രോലൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? EMF എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് മാത്രം, അതായത് വർക്ക് ഡൺ സ്പെൻഡ് ഫോർ എ പോസിറ്റീവ് ചാർജ് എന്നാണ് മൂവ് ത്രൂ ഇലക്ട്രോലൈറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് സ്പെൻഡ് ഫോർ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ടു മൂവ് ത്രൂ ഇലക്ട്രോലൈറ്റ്. ഇതാണ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. വോൾട്ടേജ് ഡ്രോപ്പിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കാം? ചെറിയ V കൊണ്ട് സൂചിപ്പിക്കാം. ചെറിയൊരു V ആണ് വോൾട്ടേജ് ഡ്രോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് എന്ത് വിളിക്കാം? W'/Q എന്ന് കൊടുക്കാം. ഓക്കെ, ഈ W' എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാനുള്ള, ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് എന്ത്? വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, ഇതാണ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് EMF-ഉം ടെർമിനൽ വോൾട്ടേജും തമ്മിലുള്ള ബന്ധമാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EMF ആൻഡ് ടെർമിനൽ വോൾട്ടേജ്. നിങ്ങളുടെ എക്സാംസിനൊക്കെ ചോദിക്കാനുള്ള എന്താണ് ഒരു സെക്ഷനാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EMF ആൻഡ് വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ, അതായത് ഒരു സെല്ലുണ്ട്. ആ സെല്ലിനകത്ത് എന്തുണ്ട്? ഈ ഒരു സർക്യൂട്ട് ഉണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് സർക്യൂട്ടിനകത്ത് മൂവ് ചെയ്യിപ്പിക്കാനുള്ള വർക്ക് ഡൺ
പ്ലസ് ഇലക്ട്രോലൈറ്റിനകത്ത് മൂവ് ചെയ്യിപ്പിക്കാനുള്ള വർക്ക് ഡൺ. ഓക്കെ, സർക്യൂട്ടിനകത്ത് മൂവ് ചെയ്യിപ്പിക്കാനുള്ള വർക്ക് ഡൺ, അതായത് സർക്യൂട്ടിനകത്ത് മൂവ് ചെയ്തിട്ടുള്ള വർക്ക് ഡൺ എവിടുന്ന, അതാണ് ടെർമിനൽ വോൾട്ടേജിന്റെ W ഡാഷ് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ ടെർമിനൽ വോൾട്ടേജ് ഡിക്കേഷൻ എഴുതിയപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ എഴുതിയേ, W ഡാഷ് ഡിവൈഡ് ബൈ Q തന്നെയല്ലേ എഴുതിയേ, W അല്ലല്ലോ. W ബൈ Q എന്താണ്, W ബൈ Q EMF ആണ്, W ഡാഷ് ഡിവൈഡ് ബൈ Q ആണ് ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ W ഡാഷ് എന്ന് പറയുന്നത് സർക്യൂട്ടിലുള്ള വർക്ക് ഡൺ ആണ്, പ്ലസ് ഇലക്ട്രോലൈറ്റിലുള്ള വർക്ക് ഡൺ കൂടെ ചേരുമ്പോൾ എന്താണ് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ഓക്കെ, ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് അനുസരിച്ച് നമ്മൾ എഴുതുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ ഡിവൈഡഡ് ബൈ Q കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിൽ എത്ര ചാർജ് ഉണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ W ഡിവൈഡ് ബൈ Q ഇസ് ഈക്വൽ ടു W ഡാഷ് ഡിവൈഡ് ബൈ Q പ്ലസ് W ഡാഷ് ഡിവൈഡ് ബൈ Q. നിങ്ങൾക്കറിയാമല്ലോ W ബൈ Q എന്താണ്, W ബൈ Q എന്ന് പറയുന്നത് EMF ആണ്. EMF E ഇസ് ഈക്വൽ ടു W ഡാഷ് ഡിവൈഡ് ബൈ Q നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് ആണ്, പ്ലസ് ചെറിയ W ഡാഷ് ഡിവൈഡ് ബൈ Q അതാണ് എന്തെന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ചെറിയ W ഡാഷ് ആണ്, ചെറിയ W ഡാഷ് ഡിവൈഡ് ബൈ Q എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ്. അങ്ങനെ നമുക്ക് വിളിക്കാം, ചെറിയ V കൊടുക്കാം. അപ്പം ടെർമിനൽ വോൾട്ടേജ് V ഇസ് ഈക്വൽ ടു EMF മൈനസ് ഇതിനെപ്പുറത്ത് കൊണ്ടുവരാമല്ലോ വോൾട്ടേജ് ഡ്രോപ്പ്. ഇതാണ് എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജും EMF തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് EMF തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു EMF മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു സെൽ എടുക്കുകയാണ്, ഇതിപ്പം എന്താണ് പോസിറ്റീവ് ആണ്, ഇതിപ്പോൾ നെഗറ്റീവ് ആണ്. നിങ്ങളിപ്പോൾ ഒരു ബൾബ് ഇവിടെ കണക്ട് ചെയ്തു, വെച്ചിരിക്കുന്നു. ഒരു ബൾബ് ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ എവിടെ നിന്ന് മൂവ് ചെയ്യണം, ഇലക്ട്രോൺസിനെ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് സർക്യൂട്ടിനകത്തിട്ട് മൂവ് ചെയ്യണം. അത് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ സർക്യൂട്ടിനകത്ത് ഇപ്പം EMFന് ഇപ്പോൾ ഒരു 1.5 വോൾട്ട് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ രണ്ട് ടെർമിനൽസ്, അതായത് ഈ രണ്ട് ടെർമിനൽസിനകത്ത് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്തായിരിക്കും, ഈ 1.5 വോൾട്ട് അല്ല, 1.5നെക്കാട്ടിയും എന്തായിരിക്കും, കുറവായിരിക്കും, ഒരു 1.4 ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഡിഫറൻസ് ആണ്, 1.5 1.4 നമ്മുടെ ഡിഫറൻസ് 0.1 വോൾട്ട് ആണ്. ഈ 0.1 വോൾട്ട് ആണ് എന്ത്, വോൾട്ടേജ് ഡ്രോപ്പ്. ആ വോൾട്ടേജ് ഡ്രോപ്പ് എവിടെയാണ് സംഭവിക്കുന്നത്, ഈ സെൽസിനകത്താണ് സംഭവിക്കുന്നത്. സെൽസിനകത്ത് ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ, ആ ഇലക്ട്രോലൈറ്റ് തമ്മിലുള്ള ആ ഇലക്ട്രോലൈറ്റിനകത്തോട്ട് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള വർക്ക് ഡൺ ആയിട്ട് എന്ത് പോകും, ഈ 0.1 വോൾട്ട് പോകും. അതാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് EMF-ഉം വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഏതാണ് വലുത്, EMF ആണ് വലുത്, ടെർമിനൽ വോൾട്ടേജ് അതിനെക്കാട്ടിയും കുറവാണ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ, ഒരു സെല്ലിനകത്ത് എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് എടുക്കുമ്പോൾ ഒരു കോപ്പർ വയർ എടുക്കുന്നു, ആ കോപ്പർ വയറിനകത്ത് നിങ്ങൾ കറണ്ട് കടത്തിവിടുമ്പോൾ എന്തുണ്ട്, ആ കോപ്പർ വയറിനൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ആ റെസിസ്റ്റൻസ് ആകുമ്പോൾ കറണ്ടിന്റെ ആ മോഷനെ എന്ത് ചെയ്യുന്നു, അത് തടയുന്നു, ആ റെസിസ്റ്റൻസ് തടയുന്നു. അപ്പോൾ ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് അതിനുണ്ട്. ഇതുപോലെ ഒരു സെല്ലിനകത്തും എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഒരു സെല്ലിനകത്ത് എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് എവിടെ നിന്നാണ് വരുന്നത്, ഒരു സെല്ലിനകത്തുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് അവന് എവിടെ നിന്നാണ് കിട്ടുന്നത്, അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ് ആണ് എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോലൈറ്റ് ഉണ്ട് ഒരു സെല്ലിനകത്ത്, ആ ഇലക്ട്രോലൈറ്റിലൂടെ എന്ത് പാസ് ചെയ്യും, ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോലൈറ്റിലെ മെറ്റീരിയൽ എന്ത് കൊടുക്കും, ഇലക്ട്രോൺസ് മൂവ് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ഒരു വഴി നോക്കും. ഓക്കെ, അതായത് ഒരു എബിലിറ്റി ഉണ്ട് ആ ഇലക്ട്രോലൈറ്റിന്. അതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. ഇവ നമുക്ക് എന്ത് പറയാം, ഒരു സർക്യൂട്ട് വരയ്ക്കാം.
ഇത് ടോട്ടൽ R ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് EMF E എന്നുള്ള സെല്ലാണ്, അതൊരു റെസിസ്റ്റൻസോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഈ സെൽസിനകത്ത് ഇന്റേണൽ റെസിസ്റ്റൻസും കൂടെ ചേരുമ്പോൾ സർക്യൂട്ട് മാറും. അതായത് ഈ സെല്ലിന് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ. ഓക്കെ, ആ റെസിസ്റ്റൻസിനെ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം. ഓക്കെ, ആ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് പേര് കൊടുക്കാം? ചെറിയ R എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു സെല്ലിനകത്ത് ഉണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു EMFന്റെ ബാറ്ററി വരയ്ക്കുക, അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്ത് വരയ്ക്കുക? അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വരച്ച് കാണിക്കുക. ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ റെപ്രസെന്റേഷൻ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ റിലേഷൻ ആണ്. ഓക്കെ, നമുക്ക് പഠിക്കേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ റിലേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ EMF കൂടെ എന്തോ ഒഴുകുന്നുണ്ട്, കറണ്ട് ഒഴുകുന്നുണ്ട്. I എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, I എന്ന് പറഞ്ഞൊരു കറണ്ട് ഒഴുകുന്നുണ്ട്. I എന്ന് പറഞ്ഞൊരു കറണ്ട് ഇങ്ങോട്ടാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടല്ലേ കറണ്ട് ഒഴുകും. I എന്ന് പറഞ്ഞൊരു കറണ്ട് ഇവിടെ ഒഴുകുന്നുണ്ട്. I എന്ന് പറഞ്ഞ കറണ്ട് ഒഴുകുമ്പോൾ എന്ത് ചെയ്യാം? ഈ ഇന്റേണൽ റെസിസ്റ്റൻസിൽ കൂടെ എന്ത് കടന്നു പോകുന്നു? ഈ കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? I ഈക്വൽ ടു VR ആയിരിക്കും. ഓക്കെ, I ഈക്വൽ ഓംസ് ലോ അനുസരിച്ച് എന്താണ്? ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ ടു IR ആണ്. ഓക്കെ, V ഈക്വൽ ടു IR ആണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് IR ആയിരിക്കും. അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആയിരിക്കും. റെസിസ്റ്റൻസ് ഇവിടെ ഏതാണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിനകത്തുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം? ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് R പ്ലസ് R ആണ് എന്ത്? R പ്ലസ് R ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം? ഈ സെൽസിന്റെ EMF പറയാം. ഓക്കെ, സെല്ലിന്റെ EMF നോക്കാം. അല്ലെങ്കിൽ ഓക്കെ, ഓംസ് ലോ അനുസരിച്ച് I ഈക്വൽ ടു V/R ആണല്ലോ. ഓക്കെ, അതുപോലെ ഓംസ് ലോ അനുസരിച്ച് I ഈക്വൽ ടു എന്ത് പറയാം? ഈ സെല്ല് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓംസ് ലോ അനുസരിച്ച് എന്താണ്? I ഈക്വൽ ടു വിക്ക് പകരം എന്ത് എഴുതാം? നമുക്ക് EMF എഴുതാം. ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? R പ്ലസ് R ആണ്. അതായത് ഓംസ് ലോ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. I ഈക്വൽ ടു V/R ആണ്. ഒരു സെല്ല് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലിന്റെ EMF E ആണ്. E ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസിന് പകരം എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ്. നമ്മൾ എൻ്റർ സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് പ്ലസ് എന്താണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് R പ്ലസ് R നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇത് എഴുതിയല്ലോ, എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ I ഇൻറ്റു R പ്ലസ് I ഇൻറ്റു R ഇസ് ഈക്വൽ ടു എന്ന് എഴുതാവോ? ഓക്കെ, ഇനി IR എന്ന് പറഞ്ഞാൽ എന്താണ്? IR എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അതെന്താണ്? വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് ആണ്. സോറി, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓംസ് ലോ അനുസരിച്ച് V is equal to IR അല്ലേ? ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് V ആണ്. ഓക്കെ, V ആണ് പ്ലസ് IR is equal to EMF എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ബാക്കി ഇങ്ങോട്ട് എഴുതാം. ഇനി IR എങ്ങനെ കണ്ടുപിടിക്കാം? IR എന്ന് പറയുന്നത് E മൈനസ് V ആണ്. EMF മൈനസ് വോൾട്ടേജ് ആണ് IR. ഇവിടുന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ് R എങ്ങനെ കണ്ടുപിടിക്കാം? E മൈനസ് V ഡിവൈഡ് ബൈ I എന്ന് എഴുതാം. ഓക്കെ, E മൈനസ് V ഡിവൈഡ് ബൈ I എന്ന് എഴുതാം. ഇതാണ് എന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ. ഇതാണ് എന്ത്? എന്തോ എടുക്കണേ? ഓക്കെ, ഈ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇതാണ് എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാം? നമുക്ക് ചെയ്യാം.
ഓക്കെ. ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡ് ബൈ ഐ എന്ന് കിട്ടിയില്ലേ. ഐക്ക് എന്ത് കൊടുക്കാം? വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു എന്ത് പറയാം? വി ബൈ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡ് ബൈ വി ബൈ ആർ കൊടുക്കുവാണേ. അപ്പോൾ വി ഇവിടെ ഇട്ടിട്ടു എന്താണ്, ആർ അങ്ങ് മേളിൽ പോയി. ഇനി ആ വി നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ആർ ഇസ് ഈക്വൽ ടു ഇ ബൈ വി ഡിവൈഡ് ബൈ 1 ഇൻറ്റു ആർ. ഇതാണ് എന്ത്, ഫൈനൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇ മൈനസ് വി, ഇ ബൈ വി മൈനസ് 1 ഇൻറ്റു ആർ ആണ് എന്ത്, ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ. അപ്പൊ ഞാൻ എങ്ങനെയാണത് ചെയ്തത്? അങ്ങനെയാണത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്റേണൽ റെസിസ്റ്റൻസ് മൂലം ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ട്. ആ വോൾട്ടേജ് ആണ് വി എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ചെറിയ വി, വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, ഇത് ചെറിയ വി ആണ്. ആ വി എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ആ വോൾട്ടേജ്. ഓക്കെ. ടോട്ടൽ റെസിസ്റ്റൻസ് അറിയാം, ആർ പ്ലസ് ആർ ആണ്. ഇ എം എഫ് ഇനി ഓംസ് ലോ അനുസരിച്ച് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. പക്ഷെ നമ്മുടെ സെല്ലും കൂടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ വിക്ക് പകരം നമ്മൾ എന്ത് ഇടണം? ഇ എം എഫ് ഇടണം. ഇ എം എഫ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്താ ഇ എന്ന് എഴുതിയത്. ഈ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണം? ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ ഈക്വൽ ടു ടോട്ടൽ റെസിസ്റ്റൻസ് ആർ പ്ലസ് ആർ. റെസിസ്റ്റൻസിന് പകരം വെറും ആർ അല്ല, ആർ പ്ലസ് ആർ കൊടുക്കണം. ആർ പ്ലസ് ആർ ഇട്ട് കഴിഞ്ഞാൽ ഇ ആവും. വെറും ആർ ഇട്ട് കഴിഞ്ഞാലോ? വെറും ആർ ഇട്ട് കഴിഞ്ഞാൽ മേളിൽ വി മാത്രം മതി. ഇനി ആർ പ്ലസ് ആർ ടു ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഐ ആർ പ്ലസ് ഐ ആർ ഇസ് ഈക്വൽ ടു ഇ ഐ. ഈ ഐ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ആണ്, അതറിയാം, ഓംസ് ലോ അനുസരിച്ച് അറിയാം. ഇ എം ബി അങ്ങ് അപ്പുറത്തോട്ട് പോയി. ഐ ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി ഐ, ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡ് ബൈ ഐ ഐ. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി? ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ്. ആ വി ബൈ ആർ നമ്മൾ എക്സ്പ്രഷനകത്ത് കൊടുക്കുന്നു. വി ബൈ ആർ ഇടുന്നു. ആർ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ആർ അങ്ങ് മേളിൽ പോയി ഇൻറ്റു ആയി. നമ്മൾ എന്ത് ചെയ്യുന്നു? ആർ ഇസ് ഈക്വൽ ടു ഈ വി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. എന്താണ്? ഒരു ഇന്റേണൽ റെസിസ്റ്റൻസിനകത്ത് ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ്. നമ്മൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് സർഫസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ്. സർഫസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ് എന്താണ്? ഇത് ഇലക്ട്രോഡിന്റെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇലക്ട്രോണിന്റെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടുന്നു? സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയുന്നു. ഓക്കെ. ഒരു ഇലക്ട്രോഡിന്റെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാലോ, ഏരിയ ഇപ്പൊ ഒരു കുറഞ്ഞ ഇലക്ട്രോഡ് ആണെന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യുന്നു? അതിനകത്ത് ഇലക്ട്രോൺസ് കടന്നു പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുപോലെ ഏരിയ സർഫസ് ഏരിയ കൂടുകയാണെന്നുണ്ടെങ്കിലോ ഇലക്ട്രോൺസ് നല്ലതായിട്ട് സുഖമായിട്ട് കടന്നു പോകാൻ പറ്റും, ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. അതുകൊണ്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് കുറവാണ്. ഓക്കെ. അതാണ് സർഫസ് ഏരിയ കൂടുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയും. അടുത്ത രണ്ടാമത്തെ കണ്ടീഷനാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടുന്നു? ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടുന്നു. കാരണം ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇലക്ട്രോലൈറ്റ് എടുക്കുമ്പോൾ ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഇനിയിപ്പം വലിയൊരു ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ സഞ്ചരിച്ച് വരുമ്പോൾ ഇലക്ട്രോലൈറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇലക്ട്രോൺ. ആ ഇലക്ട്രോലൈറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും? ആ ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ ആ ഇലക്ട്രോൺ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അപ്പം ഡിസ്റ്റൻസ് വളരെ കൂടുകയാണെങ്കിൽ ഇലക്ട്രോണിന് നല്ലതായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും, നല്ല ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പം റെസിസ്റ്റൻസ് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. മൂന്നാമത്തെന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്.
കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്, അതായത് എന്ത് കൂടുന്നു? കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ആനുപാതികമായിട്ട് കൂടുന്നു. അതാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോലൈറ്റിനകത്ത് കുറെ അയോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ അയോൺസിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് ഇലക്ട്രോലൈറ്റിലോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ അയോൺസിന്റെ അകത്ത് എന്താണ്? അയോൺസ് എന്ത് ചെയ്യുന്നു? ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു. ഓക്കെ, അയോൺസിനെ തട്ടി മാറ്റിക്കൊണ്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? പോകേണ്ടത്. അപ്പോൾ അയോണിന്റെ എണ്ണം വളരെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിന് പിന്നെ പോകാൻ പറ്റൂ? ഇലക്ട്രോൺസിന് പോകാൻ ഭയങ്കര തടസ്സമായിരിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടി എന്ത് കൂടുന്നുണ്ട്? റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്റേണൽ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് ആണ് അത്. ഓക്കെ, എത്ര മിനിറ്റായി? പറയട്ടെ മൈ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. EMF പഠിച്ചു, ടെർമിനൽ വോൾട്ടേജ് പഠിച്ചു, വോൾട്ടേജ് ഡ്രോപ്പ് പഠിച്ചു, ഇന്റേണൽ റെസിസ്റ്റൻസ് പഠിച്ചു. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ ഇത് എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് സെഷനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പഠിക്കുക. ഓക്കെ, ഈ ചെയ്ത ഡെറിവേഷൻസ് 2 വട്ടമെങ്കിലും ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് നല്ലതായിട്ട് വായിക്കുക. ടെക്സ്റ്റിനകത്തുള്ള ഓരോ പോയിന്റ്സുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒരു പോയിന്റും ഞാൻ മിസ്സാക്കിയിട്ടില്ല. അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ടെക്സ്റ്റിനകത്ത് എന്തുണ്ട്? ഒരു ടേബിൾ കിടപ്പുണ്ട്. ആ ടേബിളിനകത്ത് EMF-ഉം വോൾട്ടേജും ടെർമിനൽ വോൾട്ടേജും തമ്മിലുള്ള ഒരു എന്തുണ്ട്? ഡിഫറൻസ് ടേബിൾ ഉണ്ട്. ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ ആ ടേബിൾ നിങ്ങൾ നോക്കുക. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. EMF എന്ന് പറയുന്നത് എപ്പോഴാണ്? EMF എന്ന് പറയുന്നത് സർക്യൂട്ട് പ്ലസ് ഇലക്ട്രോലൈറ്റ് മൂവ് ചെയ്യപ്പുള്ള വർക്ക് ഡൺ ആണ്. ഇവിടെ എന്താണ്? സർക്യൂട്ടിനകത്ത് മാത്രം മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ്. ഓക്കെ, അത് അങ്ങനെയുള്ള പോയിന്റ്സ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ EMF എന്ന് പറയുന്നത് വോൾട്ടേജിനെക്കാട്ടി കൂടുതലായിരിക്കും. ഇവിടെ EMF-നെക്കാട്ടി കുറവായിരിക്കും ടെർമിനൽ വോൾട്ടേജ്. ഇങ്ങനെയുള്ള ജസ്റ്റ് 3-4 പോയിന്റ്സ് മാത്രമേ അതിനകത്തുള്ളൂ. അത് നിങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക്സ്.